പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കൻവാർ യാത്ര, നീറ്റ്, മണിപ്പൂർ തുടങ്ങി വിവാദ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണം ആകാംക്ഷയുടെ നോക്കിയിരിപ്പാണ്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ, അതും സാംസ്കാരിക നഗരമായി തൃശൂരിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുള്ള സാഹചര്യത്തിൽ സമ്മാനമായി നിർമ്മലയുടെ ബജറ്റ് പെട്ടിയിൽ സംസ്ഥാനത്തിന് എന്തൊക്കെ കാണുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. കേന്ദ്ര ബജറ്റിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് എന്തെന്ന് സംസ്ഥാനത്തെ ഏത് മന്ത്രിമാരോടും ചോദിച്ചാലും ഉത്തരം എല്ലാ വർഷവും ചോദിക്കും, ഒന്നും കിട്ടാറില്ല എന്നാണ്. ചോദ്യങ്ങൾക്കെല്ലാം ഒടുവിൽ ചോദിച്ചിട്ട് കാര്യമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാരും മാറി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഇടക്കാല കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ ഒന്നും തങ്ങളെ പരിഗണിക്കണമെന്ന ആവശ്യം കേരളം കാര്യമായി മുന്നോട്ട് വയ്ക്കാഞ്ഞത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ പഴയതിൽ നിന്നും വിഭിന്നമാണ്. കേരളത്തിന് കേന്ദ്രത്തിലേക്ക് സ്വന്തമായി ഒരു MBA ലഭിച്ചു. കൂടാതെ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ചർച്ചയ്ക്കായി മന്ത്രി KN ബാലഗോപാലും ഡൽഹിയിലേക്ക് പോയിരുന്നു. ചർച്ചയിൽ പങ്കെടുത്തതിനു പുറമെ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ടു. ലഭിച്ച പ്രതികരണവും അനുകൂലമായിരുന്നു. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം ഇത് മാത്രമല്ല, ഘടകകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കുന്ന മൂന്നാം മോദി സർക്കാർ സംസ്ഥാനങ്ങളോട് അനുകമ്പയോടെ പെരുമാറുമെന്നും കേരളം കരുതുന്നുണ്ട്. ഘടകകക്ഷികളുടെ സംസ്ഥാനങ്ങളായ ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയും നിതീഷ് കുമാറിന്റെ തട്ടകമായ ബീഹാറിനും നൽകുന്ന സഹായങ്ങളുടെ കൂട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെയും പരിഗണിക്കേണ്ടതായി വരും. കേന്ദ്രം ഞങ്ങളെ വരിഞ്ഞു മുറുക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുമ്പോഴും മൂന്നാം മോദി സർക്കാർ കേരളത്തിനുള്ള സമ്മാനം 2 കേന്ദ്രമന്ത്രിമാരിൽ ഒതുക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് BJP നേതാക്കൾ. വൻകിട വികസന പദ്ധതികളുടെ നടത്തിപ്പിന് കേന്ദ്ര ബജറ്റിൽ നീക്കിയിരിപ്പുണ്ടാകുമോ എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ നോക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് 5000 കോടി അടക്കം വലിയൊരു പാക്കേജാണ് കേന്ദ്ര പരിഗണനയ്ക്കായി സംസ്ഥാനം നൽകിയിട്ടുള്ളത്. എയിംസ് ഇത്തവണ കിട്ടുമെന്നും വലിയ പ്രതീക്ഷയുണ്ട്. എയിംസിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് 1 ഡസൻ നേതാക്കൾ ഇപ്പോഴേ തയ്യാറായി നിൽപ്പുണ്ട്. ഇനി എയിംസ് കിട്ടിയാൽ തന്നെ അത് ഏത് ജില്ലയിലാകുമെന്നതിനെ സംബന്ധിച്ചാകും ചർച്ചകൾ. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത, റെയിൽവേ നവീകരണം, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തൽ, പരമ്പരാഗത മേഖലയുടെ നവീകരണം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സഹായങ്ങൾ തുടങ്ങിയവയും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടും കോൺഗ്രസ് MP KC വേണുഗോപാലിനോടും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർഹമായ വിഹിതം നേടണമെന്ന് ഉറച്ചാണ് പാർട്ടി വ്യത്യാസമില്ലാതെയുള്ള ഈ നീക്കം. രാഷ്ട്രീയ പോരിൽ ആവശ്യങ്ങൾ നഷ്ടമാകുന്നത് അവസാനിപ്പിക്കാൻ അനുരഞ്ജനത്തിന്റെയും പ്രതിപക്ഷത്തെ ചേർത്ത് നിർത്തിയുള്ള സമ്മർദ്ദത്തിന്റെയും സമീപനമാണ് സർക്കാരിന്. അത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷയും. കഴിഞ്ഞ 10 വർഷവും കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിന് നിരാശയായിരുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെയും വായ്പകളുടെ പേരിൽ വായ്പാ പരിധി കുറയ്ക്കുകയും നികുതി വിഹിതം കുറയ്ക്കുകയും GST നഷ്ടപരിഹാര കാലാവധി നീട്ടണമെന്ന അപേക്ഷ തള്ളുകയും ചെയ്തു. റെയിൽവേ വികസനത്തിന് കാര്യമായ സഹായമൊന്നും കിട്ടിയിരുന്നില്ല. സിഗ്നൽ നവീകരണവും 3ാം പാതയും പരിഗണിച്ചതുമില്ല. എറണാകുളം, ആലപ്പുഴ, കായംകുളം പാത ഇരട്ടിപ്പിക്കുന്നതിനും പണം നൽകിയില്ല. പുതിയ ട്രെയിനുകളും കിട്ടിയില്ല. എയിംസിനായി കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ 10 വർഷമായി. കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനാകും വിധം നിലവിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സിൽവർ ലൈനിന് കേന്ദ്ര അനുമതി വേണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയം മറന്ന് സിൽവർ ലൈൻ അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകില്ല എന്ന് തന്നെ അനുമാനിക്കാം. അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് വേണ്ടി കേരളം 5000 കോടി രൂപയാണ് ചോദിക്കുന്നത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചുമുള്ള കേന്ദ്ര നയങ്ങൾ സംസ്ഥാനത്തിന് പ്രതിവർഷം 5710 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന ധനവകുപ്പിന്റെ കണക്ക്. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന നടപടി കേന്ദ്രം 1 വർഷത്തേക്കെങ്കിലും ഒഴിവാക്കുമെന്നും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയ്ക്ക് ആനുപാതികമായി 6000 കോടി രൂപ അധികം കടമെടുക്കാൻ അനുമതി കൂടി വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ മറ്റൊരാവശ്യം. റബ്ബർ താങ്ങുവില 250 രൂപയാക്കുക, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം 75% ക്ഷേമ ആനുകൂല്യങ്ങളിലെ കേന്ദ്രവിഹിതത്തിൽ വർധനവ് തുടങ്ങി വിവിധ ആവശ്യങ്ങളിലും ബജറ്റ് തീരുമാനം കാക്കുകയാണ് സംസ്ഥാനം ഇപ്പോൾ.